ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കിഷോറും സരസ്വതിയും ശ്രീജയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എടാ മോനെ, നീ ഇപ്പോൾ നാട്ടിലേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞാൽ കഷ്ടത്തിലാവുന്നത് ഞങ്ങളാ. അത് കേട്ടത് ശ്രീജ, ഏട്ടനെ ഗീതുവിനോട് മാന്യമായിട്ട് അവർണികയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൾ ഏട്ടനോട് ക്ഷമിച്ചാനായിരുന്നു. പക്ഷേ ഏട്ടൻ വേറെ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവളെ ഏട്ടൻ ഇങ്ങനെ പേടിക്കുന്നത് എന്നൊക്കെ പറയാം. പറ്റിപ്പോയി ശ്രീജയെ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരി, എന്തൊക്കെ പറ്റിയാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. നാട്ടിൽ പോയി രഹസ്യമായിട്ട് അവളോട് മാപ്പ് പറഞ്ഞ് മിണ്ടാണ്ട് ജോലിക്ക് കയറാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർണിക അങ്ങോട്ട് വരിക. കയ്യും തട്ടിക്കൊണ്ട് അവർണിക വരുന്നത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. നന്നായി, എനിക്ക് ഈ തീരുമാനം ഒരുപാട് ഇഷ്ടമായി. കിച്ചുവിൻ്റെ ഈ തീരുമാനമാണ് എനിക്ക് വേണ്ടത്. അത് കേട്ടതും കിഷോർ, ഈശ്വര ഇവളെല്ലാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും നാട്ടിൽ പോകാനായിട്ട് റെഡിയായല്ലോ, സമാധാനമായി. നാളത്തേക്ക് നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ നമുക്ക് നാട്ടിലേക്ക് പോകാം, തയ്യാറായിരുന്നോ എന്നും പറയുക. അത് കേട്ടതും സരസ്വതി ശ്രീജയോട്, എടി മോളെ, നമ്മൾ ഫ്ലൈറ്റിലായിരിക്കും ഇവിടെ പോകുന്നത്. ആ, നിങ്ങൾക്കുള്ള ട്രെയിൻ ടിക്കറ്റും ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ നിങ്ങൾ ട്രെയിൻ കയറിക്കോ എന്നും പറയുക. അത് കേട്ടതും സരസ്വതിയും ശ്രീജയും ഇങ്ങനെ മുഖമൊക്കെ മാറി ഇങ്ങനെ നിൽക്കുക. ആ, എന്തായാലും കിച്ചു, നാളെ മുതൽ അവിടെ ചെന്ന് ഗോവിന്ദ് സാറിൻ്റെ കീഴിൽ ജോലി ചെയ്യാം, അതായിരിക്കും നല്ലത് അല്ലേ? അത് കേട്ടതും കിഷോർ, ശരി. പിന്നെ നമ്മളങ്ങോട്ട് ചെല്ലാൻ വേണ്ടി ഗീതാഞ്ജലി കാത്തിരിക്കുക. കിഷോറിനറിയാമല്ലോ, ഗീതാഞ്ജലിക്ക് കിഷോറിനോട് കുറച്ച് ദേഷ്യമുണ്ട്. കാരണം അന്ന് ഗോവിന്ദ് സാറിനും ഗീതാഞ്ജലിക്കും ഒരു വിലയും കൊടുക്കാതെ കിഷോർ ഒഴിഞ്ഞു മാറിയില്ലേ, ആ ദേഷ്യം ഇപ്പോഴും ഗീതാഞ്ജലിക്കുണ്ട് എന്നൊക്കെ പറയുക. ഇത് കേട്ടതും കിഷോർ ആകെ ഞെട്ടലോട് കൂടി ഇങ്ങനെ ഇരിക്കുക. എന്നാൽ ശരി, നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വയ്ക്കട്ടെ എന്നും പറഞ്ഞ് അവർണിക അങ്ങോട്ട് പോയി. അവർണിക പോയി കഴിഞ്ഞതും സരസ്വതി, എടാ, എന്തായാലും ഗീതു നിന്നെ കാത്തിരിക്കാമെന്ന് പറഞ്ഞ കേട്ടില്ലേ? എനിക്ക് തോന്നുന്നു അവൾക്ക് നിന്നെ മറക്കാൻ പറ്റുന്നില്ലടാ, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും നിന്നെ നാട്ടിലെത്തിക്കാൻ അവൾ കളിക്കുന്ന കളിയാണെന്ന് തോന്നുന്നു ഇത്. ഒരു കാര്യം ഞാൻ പറയാൻ മോനെ, അവൾ നിന്നോട് സ്നേഹവും കാണിച്ചുകൊണ്ട് വന്നാലേ നീ അതൊന്നും സത്യമാണെന്ന് വിശ്വസിക്കേണ്ട. അത് കേട്ടത് ശ്രീജ, ഇല്ലമ്മേ, ഗീതുവിൻ്റെ മനസ്സിൽ സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് ഗീതു ഏട്ടനെ അങ്ങോട്ട് വരുത്തിക്കാൻ നോക്കുന്നേ, അല്ലാതെ അത് കള്ളത്തരമൊന്നുമല്ല. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഇനി അവൾ സ്നേഹം നടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ അടുത്തേക്ക് ചായണ്ട. അവളുമായിട്ടുള്ള ബന്ധം അറിഞ്ഞാൽ തന്നെ രഘുറാം സാറും പിന്നെ അവർണിക മോളും നിന്നെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, വെച്ചേക്കില്ല, മനസ്സിലായോ? അത് കേട്ടതും കിഷോർ, ഈ അവസരമാണ് മുതലെടുക്കേണ്ടത്. എങ്ങനെയെങ്കിലും ഗീതുവിൻ്റെ സ്നേഹം വീണ്ടും പിടിച്ചു പറ്റാൻ നോക്കണം. ഗീതുവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവളുടെ കീഴിൽ എനിക്ക് ജോലി ചെയ്യേണ്ടി വരില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിഷോർ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന പ്രിയയാണ്. പ്രിയയ്ക്ക് രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്തിരിക്കുക വിലാസിന്. അപ്പോൾ ഇഡ്ഡലി കണ്ടത് പ്രിയക്ക് മനസ്സിലായി, അയ്യേ, ഇത് രാമശ്ശേരി ഇഡ്ഡലി അല്ല. അത് കേട്ടതും, അതേ മോളെ, ഇത് രാമശ്ശേരി ഇഡ്ഡലിയാ. പിന്നെ രാമശ്ശേരി ഇഡ്ഡലി എനിക്ക് കണ്ട അറിഞ്ഞൂടെ? ഇത് രാമശ്ശേരി ഇഡ്ഡലിയൊന്നും അല്ല. അയ്യോ, മോള് തെറ്റിദ്ധരിച്ചതാ, ഇത് രാമശ്ശേരി ഇഡ്ഡലി തന്നെയാ. ഒന്ന് പോവാമ്മേ, രാമശ്ശേരി ഇഡ്ഡലി ഇതിനേക്കാളും വലുതായിരിക്കും. മോളെ, ആദ്യം ഇവള് രാമശ്ശേരി ഉണ്ടാക്കിയത് ദോശേൻ്റെ വലിപ്പത്തിലാണ്. അപ്പം ഞാനാ പറഞ്ഞത് ഇത്രയും വലുത് വേണ്ട, കുറച്ച് ചെറുതാക്കി ഉണ്ടാക്കാൻ. അതുകൊണ്ടാണ് ഇവളിങ്ങനെ ഉണ്ടാക്കിയത്. എന്തൊക്കെ പറഞ്ഞാലും ഇത് രാമശ്ശേരി ഇഡ്ഡലി അല്ല. മോളെ, ഇങ്ങനെയൊന്നും പറയരുത്. അമ്മ രാത്രി മുഴുവനും ഇരുന്ന് മാവ് ആട്ടി അരച്ച് കഷ്ടപ്പെട്ട് രാവിലെ ഉണ്ടാക്കിയതാ. അങ്ങനെ മോളിങ്ങനെ പറയുമ്പോൾ എനിക്ക് സങ്കടം വരും കേട്ടോ. രാമശ്ശേരി ഇഡ്ഡലി വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇത് രാമശ്ശേരി ഇഡ്ഡലി അല്ലാത്തതുകൊണ്ട് എനിക്കിത് കഴിക്കാൻ തോന്നുന്നില്ല. ശരി, മോളൊന്നിത്തിരി കഴിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞ് വിലാസിന് നിർബന്ധിക്കുക. അത് കേട്ടതും പ്രിയ കുറച്ചെടുത്ത് കിള്ളി കഴിക്കുകയാണ്. കഴിച്ചതും പ്രിയയ്ക്ക് ഛർദ്ദിക്കാൻ വരിക. അയ്യേ, ഇത് എന്താ ഇത് രാമശ്ശേരി ഇഡ്ഡലിയൊന്നും അല്ല. അമ്മയ്ക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രിയ വഴക്ക് പറയുക. അപ്പോഴേക്കും, മോളെ അങ്ങനെയൊന്നും പറയല്ലേ. അപ്പോൾ ഭദ്രൻ, അതെല്ലോ, ഞാൻ ഒരെണ്ണം കഴിച്ചപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അച്ഛന് ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ലായിരിക്കും, എന്നാൽ എനിക്ക് കുഴപ്പമുണ്ട്. എനിക്ക് ഇഡ്ഡലി വേണ്ട, എനിക്ക് രാമശ്ശേരി ഇഡ്ഡലി തന്നെ ഉണ്ടാക്കി തന്നോ മര്യാദക്ക്. അത് കേട്ടതും വിലാസിനെയും ഭദ്രനും ഇങ്ങനെ ഞെട്ടി നിൽക്കുക. അപ്പോൾ വിനോദ് അങ്ങോട്ട് വരിക. ഇവിടെ മാവൊക്കെ ആട്ടിയല്ലേ നമ്മൾ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നത്? അതെ. അയ്യോ, ഇന്നലെ രാത്രി മുഴുവനും അമ്മ കഷ്ടപ്പെട്ട് ആട്ടുകല്ലിലിട്ട് അരച്ചെടുത്തതാടാ മോനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ വിനോദ്, അപ്പം എങ്ങനെയാ ഈ ദോശമാവിൻ്റെ കവറ് അടുക്കളയിൽ വന്നത്? അത് കേട്ടതും പ്രിയ ഞെട്ടിപ്പോയി, വിലാസിനെയും ഭദ്രനും ഞെട്ടിപ്പോയി. ഈശ്വര, നമ്മുടെ മോൻ തന്നെ നമുക്ക് കെണിവെക്കുക
ഇരിക്കുകയാണല്ലോ എന്നും പറഞ്ഞിങ്ങനെ അവർ രണ്ടുപേരും ആലോചിച്ചുകൊണ്ട് നിൽക്കുക. പറയാമേ, ഈ മാവ് എങ്ങനെ വന്നു? അയ്യേ, അപ്പം എനിക്ക് അമ്മ കടയിൽ നിന്ന് മേടിച്ചെന്ന മാവിലാണ് ദോശ ഉണ്ടാക്കി തന്നതല്ലേ? വെറുതെ അല്ല, ഇതിന് ഇത്രയും പുളി. ഓ, എന്തൊരു കഷ്ടം. കണ്ടോ മോനെ, നിൻ്റെ അമ്മമ്മയും അപ്പൂപ്പനും ദേ നമ്മളെ ചീറ്റ് ചെയ്തതാ. മോനോട് ഒരു സ്നേഹം അവർക്കില്ല, അതുകൊണ്ട് അവരിങ്ങനെയൊക്കെ ചെയ്തത്. എന്തായാലും അവരോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. മോളെ, അത് രാമശ്ശേരി ഇഡ്ഡലി വേണ്ട അമ്മേ. അവൾക്കെല്ലാം മനസ്സിലായി. ഇനി അമ്മ അവളെ കളിയാക്കൊന്നും വേണ്ട. മര്യാദയ്ക്ക് അവൾക്ക് രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്ക്. എനിക്കിപ്പോൾ രാമശ്ശേരി ഇഡ്ഡലി കിട്ടണം എന്നും പറഞ്ഞ് പ്രിയ ഒച്ചയിടുക. ശരി, അമ്മയും അച്ഛനും ഉണ്ടാക്കി തരും, മോളിങ് വാ എന്നും പറഞ്ഞ് പ്രിയയും കൂട്ടിയിട്ട് വിനോദ് അകത്തേക്ക് പോവുക. ഈ സമയം വിലാസിനി ഭദ്രനോട്, എന്ത് ചെയ്യും ഭദ്രേട്ടാ, നമ്മുടെ പണി പാളി വിലാസിനി. നമ്മുടെ മോൻ തന്നെ നമ്മളെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നീ എന്തിനാ ആ മാവെടുത്തിട്ട് അത് കവർ അടുക്കളയിൽ തന്നെ ഇട്ടത്? പിന്നെ ഞാൻ എവിടെ കൊണ്ട് ഇടാനാ ഭദ്രേട്ടാ? ഇപ്പം പ്ലാസ്റ്റിക് ഒന്നും പുറത്ത് കളയാൻ പാടില്ലെന്നല്ലേ, അതുകൊണ്ടാണ് അകത്ത് തന്നെ വെച്ചത്. ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ. ഇനി ഈ മിഡിലേക്ക് മാവരയ്ക്കണം, എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് വിലാസിനി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക. ആകെ സങ്കടപ്പെട്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനെയാണ്. ഗീതു കരഞ്ഞ് വിഷമിച്ചിങ്ങനെ നിൽക്കുക. എന്നോടുള്ള ഗോവിന്ദേട്ടൻ്റെ സ്നേഹം കണ്ട്, വിശ്വാസം കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി മാം. കിഷോറിനെ സത്യം പറഞ്ഞ് എൻ്റെ കാൽ കീഴിൽ കൊണ്ട് തരുമായിരുന്നു ഗോവിന്ദ് സാറ്, പ്രതികാരം ചെയ്യാൻ വേണ്ടി. അങ്ങനെയുള്ള സാറിനെ ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ എന്നോർക്കുമ്പോൾ എനിക്കിപ്പോഴും കുറ്റബോധം തോന്നുക മാഡം എന്നൊക്കെ പറയുക. ശരി, സമ്മതിച്ചു. കിഷോറിനെ നിനക്ക് ഗോവിന്ദ് കാൽ ചുവട്ടിൽ കൊണ്ട് തന്നു പ്രതികാരം ചെയ്യാനായിട്ട്. നിൻ്റെ സംശയങ്ങളൊക്കെ മാറി. ഇനി നിൻ്റെ പരിപാടി എന്താ? ഞാൻ ഗോവിന്ദേട്ടനെ ഡിവോഴ്സ് ചെയ്യണമെന്നാണല്ലോ ഗോവിന്ദേട്ടൻ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മാഡം എന്നൊക്കെ ചോദിക്കുകയാണ്. എന്ത് ചെയ്യാൻ? നീ അവനെ സ്നേഹിക്കണം. അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനാ? സ്നേഹിക്കാനോ? ഒരിക്കലും അത് നടക്കില്ല മാഡം. ഗോവിന്ദ് സാറ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ദൈവത്തെ പോലെയാണ് ഞാൻ ഗോവിന്ദ് സാറിനെ കാണുന്നത് എന്നൊക്കെ പറയണം. അതൊക്കെ നിൻ്റെ വെറും നാടകമല്ലേ ഗീതു. ദൈവത്തെ പോലെയൊന്നും നിനക്ക് ഗോവിന്ദനെ കാണാൻ പറ്റില്ല. നീ ഗോവിന്ദനെ അജാസ് കൊല്ലാൻ പോകുന്നു എന്നറിഞ്ഞ് എത്ര പെട്ടെന്നാ ഒന്നും ആലോചിക്കാതെ ഹോട്ടലിലേക്ക് ഓടിയത്. അതൊരു ബാറും ഹോട്ടലും കൂടെ മിക്സ് ആയതാണെന്ന് അറിഞ്ഞിട്ട് പോലും ഗീതു അങ്ങോട്ട് ഓടിപ്പോയില്ലേ? അതിൻ്റെ കാരണം എന്താ? നിൻ്റെ കഴുത്തേ കിടക്കുന്ന ഈ താലി കെട്ടിയത് നിൻ്റെ ഗോവിന്ദേട്ടനാ. അതുകൊണ്ട് നിൻ്റെ മനസ്സിൽ അങ്ങേരോടുള്ള ഇഷ്ടം കൂടുതലാണ് അല്ലേ ഗീതു? അത് കേട്ടതും ഇല്ല മാഡം, ഇതൊക്കെ മാഡത്തിൻ്റെ വെറും തോന്നല. എൻ്റെ ജീവൻ രക്ഷിച്ച ഗോവിന്ദ് സാറിൻ്റെ ജീവൻ രക്ഷിക്കണമെന്നുള്ള ആത്മാർത്ഥത മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഗോവിന്ദ് സാറിനെ രക്ഷിച്ചത് എന്നൊക്കെ പറയാണ്. വേണ്ട ഗീതു, നിൻ്റെ മനസ്സിലുള്ള സ്നേഹം നീ തുറന്നു കാട്ടാതിരിക്കേണ്ട. അത് കാണിച്ചോ, അതിന് ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ ആരോടും പറയത്തുമില്ല. പുറത്ത് നീ അവനോട് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും അകൽച്ച കാണിക്കുന്നുണ്ടെങ്കിലും നിൻ്റെ ഉള്ളിൽ ഗോവിന്ദനോടുള്ള ഇഷ്ടം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നീ എന്നോട് നോണ പറയേണ്ട ഗീതു. ഇല്ല മാം, സത്യമായിട്ടും എനിക്ക് ഗോവിന്ദേട്ടനെ എൻ്റെ ദൈവത്തെ പോലെ കാണാൻ പറ്റൂ, ഭർത്താവിനെ പോലെ കാണാൻ പറ്റില്ല. ദൈവത്തിനെ പോലെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നത് വെറും കള്ളം, പച്ചക്കള്ളം. സത്യം പറഞ്ഞ ഗോവിന്ദൻ നിൻ്റെ ഭർത്താവാണെന്ന് നിനക്ക് നല്ല ഇതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും രാധികയെ ഗോവിന്ദ് അവിശ്വസിക്കാൻ പോകുന്നില്ല. രാധികയോടുള്ള സ്നേഹം എപ്പോഴും നഷ്ടപ്പെടാനും പോകുന്നില്ല. അതുകൊണ്ട് നീ സൂക്ഷിക്കേണ്ടി വരും ഗീതു. നിൻ്റെ സ്നേഹം തെറ്റാണെന്നേ ഗോവിന്ദ് ചിന്തിക്കൂ. നിൻ്റെ സ്നേഹം ഒരിക്കലും ആത്മാർത്ഥമാണെന്ന് ഗോവിന്ദന് മനസ്സിലാകത്തുമില്ല. അങ്ങനെ വരുമ്പോൾ നീ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? എനിക്കറിയില്ല മാഡം, എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഗോവിന്ദ് സാറിനെ എങ്ങനെ രക്ഷിക്കണമെന്ന് ഓർത്തിട്ട് എൻ്റെ മനസ്സ് കിടന്ന് പിടയുക. എനിക്കാണെങ്കിൽ പേടിയാവുക. ഓരോ ദിവസം പോകുന്തോറും എന്നെ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യം സീരിയസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക ഗോവിന്ദ് സാറ്. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കേട്ടതും അത് പിന്നെ നീ ഒന്നും ചെയ്യണ്ട. ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ലെന്ന് അങ്ങോട്ട് പറ. ഡിവോഴ്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ വീട്ടിൽ നിന്നും എന്നെ ഇറക്കി വിടാൻ കാത്തിരിക്കുക രാധികാമ്മ. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യും മാഡം? മാഡം തന്നെ പറ. എന്ത് ചെയ്യാൻ? രാധികാമ്മയുടെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് കരുതിയിട്ടാ ഗോവിന്ദ് രാധികയെ സ്നേഹിക്കുന്നത്. നിന്റെ വാക്കിന് ഒരു വിലയും തരാതെ രാധികയുടെ വാക്കിന് മാത്രം വില കൊടുക്കുന്നത്. ആത്മാർത്ഥമായ സ്നേഹം എന്താണെന്ന് അവൻ അറിയില്ല. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ സ്നേഹിക്കുമ്പോൾ അവൻ ആ സ്നേഹം സത്യമാണെന്ന് കരുതി അങ്ങോട്ട് ചായുന്നത്. ഗോവിന്ദനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല.
അത് ഗീതുവിനറിയോ എന്ന് ചോദിക്കുകയാണ്. മാം, പക്ഷേ ഗോവിന്ദേട്ടനെ ഞാൻ എങ്ങനെ സ്നേഹിക്കണമെന്നാണ് മാഡം പറയുന്നത്? നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവല്ലേ അവൻ, അങ്ങനെ അവനെ സ്നേഹിക്ക്. ഇല്ല മാം, ഒരിക്കലും ഒരു ഭർത്താവായിട്ട് ഗോവിന്ദേട്ടനെ കാണാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ ദൈവമായിട്ട് കാണാൻ പറ്റും അല്ലേ? അതെ, ദൈവമായിട്ട് കാണാൻ പറ്റും. ദൈവം എന്ന് പറയുന്നത് ഒരു സാങ്കല്പികം മാത്രമാക്കിയതോ, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ വേണ്ടി നമ്മൾ സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന ഒരാൾ, അല്ലാതെ മറ്റൊന്നുമല്ല. പക്ഷെ ഭർത്താവെന്ന് പറയുന്നത് എല്ലാം സാധിച്ചു തരുന്ന ഒരു നല്ല മനുഷ്യനാണ് ഗോവിന്ദ്. അങ്ങനെയുള്ളപ്പോൾ ദൈവത്തെക്കാളും മുകളിലായിട്ട് നിനക്ക് ഗോവിന്ദനെ കാണാൻ പറ്റും, നീ ഒന്ന് ചിന്തിച്ച് നോക്ക് എന്നൊക്കെ പറയുക. മാഡം എന്തൊക്കെയാണ് പറയുന്നത്? അതെ, എന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഇതാക്കാൻ നിൽക്കണം, ഞാനൊരു ചാഞ്ഞ മരമാണെന്ന് കരുതി എൻ്റെ തലയിൽ കയറിയിരിക്കുമെന്ന് വേണ്ട എന്ന് ഗീതു. അത് കേട്ടതും ആര് പറഞ്ഞു നീ ചാഞ്ഞ മരമാണെന്ന്? രാധികയുടെ മുൻപിൽ ഉറഞ്ഞു തുള്ളി നിൽക്കുന്ന നീ ചാഞ്ഞ മരമാണോ എന്നും വിജയലക്ഷ്മി ചോദിക്കുക. അത് കേട്ടതും അത് പിന്നെ രാധികയുടെ മുൻപിൽ ഭദ്രകാളിയാ, എന്നെ സ്നേഹിക്കുന്നവരുടെ മുൻപിൽ മാത്രമേ ഉള്ളൂ ഞാൻ ചാഞ്ഞ മരം, അല്ലെങ്കിലേ ഞാൻ ഭദ്രകാളി. ഓ ആയിക്കോട്ടെ, അങ്ങനെയെങ്കിൽ ഗോവിന്ദന് മുൻപിൽ നീ ആരാ, ഭദ്രകാളിയോ അതോ ചാഞ്ഞ മരമോ? അത് കേട്ടതും ഗീതു ഒന്നും മിണ്ടാതെ പതുക്കെ അങ്ങോട്ട് മാറി നിൽക്കുക. എന്താ ഗീതു, നീ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല മാം, സത്യം പറഞ്ഞാൽ മാം ഇപ്പം ചോദിച്ചപ്പോഴോ എനിക്ക് തന്നെ അതിനെക്കുറിച്ച് ഓർമ്മ വന്നത്. ഞാൻ സത്യത്തിൽ ഗോവിന്ദേട്ടൻ്റെ മുൻപിൽ ആരാ? എനിക്കറിയില്ല മാം ഞാൻ ആരാണെന്ന് എന്നും ഗീതു പറയുക. അത് കേട്ടതും അതല്ലേ പറഞ്ഞത്, നീ അവൻ്റെ ഭാര്യ ആവണം. സത്യത്തിൽ നീ അവൻ്റെ ഭാര്യ തന്നെയാ? ഇല്ല മാഡം, അത് പറ്റില്ല. എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല, സ്നേഹം അഭിനയിച്ചാൽ എനിക്ക് അത് ശരിയാവത്തുമില്ല. നീ ഇത്രയും വലിയ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് ഫസ്റ്റ് വാങ്ങിയ മിടിക്കുക, അങ്ങനെയുള്ളപ്പോൾ സ്നേഹം അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൊന്നുമില്ല. അത് വേറെ ഇത് വേറെ, അങ്ങനെയൊന്നുമില്ല മോളെ. സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ എല്ലാ സ്നേഹവും ഒന്ന് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മി ഉപദേശിക്കുകയാണ്. അത് കേട്ടതും ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ വിജയലക്ഷ്മി പറ, നിനക്ക് ഗോവിന്ദനെ സ്നേഹിക്കാൻ പറ്റില്ലേ? സ്നേഹിക്കാൻ പറ്റും, നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവ് അത്. ഇനിയൊരു പുരുഷനെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല. ഇനിയൊരു പുരുഷനെ സ്നേഹിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, ഗോവിന്ദനെ സ്നേഹിക്കാനാണ് പറയുന്നത്. അവൻ്റെ സ്നേഹം സത്യമാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അങ്ങനെയുള്ളപ്പോൾ അവനെ നിനക്ക് പ്രണയിച്ചൂടെ? നിന്റെ സ്നേഹം അവന് കാണിച്ചു കൊടുത്തൂടെ എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും ഗീതു ആകെ ടെൻഷനായി അങ്ങോട്ട് മാറി ഒരു കണ്ണാടിക്ക് മുൻപിൽ പോയി നിൽക്കുക. എന്നിട്ട് ഒന്ന് ശ്വാസം വലിച്ചു വിടുക. അപ്പോൾ ഗീതുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് മുഴുവനും അന്ന് വിജയലക്ഷ്മി മാമിനെ കാണാതെ പോകാന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദനെ പോയി കെട്ടിപ്പിടിച്ചിട്ട് കവളത്ത് ഉമ്മ കൊടുക്കുന്ന രംഗവും, പിന്നെ കാട്ടിലകപ്പെട്ടു പോയപ്പോൾ ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് എന്നെ വിട്ടു പോകല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞ രംഗവും ഒക്കെയാണ്. ഞാൻ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത്? ഗോവിന്ദേട്ടനെ കുറിച്ച് എൻ്റെ മനസ്സിലെന്ത് ഇങ്ങനെ തെറ്റായ ചിന്തകളൊക്കെ വരുന്നത്? സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും വിജയലക്ഷ്മി, എന്താ നിൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ കയറി വരുന്നത് ഗോവിന്ദല്ലേ? അതിൻ്റെ കാരണം എന്താണെന്ന് നിനക്കറിയോ മോളെ? ഗോവിന്ദനോട് നിന്നോടുള്ള സ്നേഹം, നിനക്ക് ഗോവിന്ദനോടുള്ള സ്നേഹം രണ്ടും മാറി മാറി ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഗോവിന്ദൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. നിന്നോടുള്ള സ്നേഹവും കരുതലും അവനിപ്പോഴും ഉണ്ട്. നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ഭർത്താവിനെ നിനക്ക് സംരക്ഷിക്കണ്ടേ? രാധിക ഒരുക്കി വെച്ച ആ വലിയ കെണിയിൽ നിന്നും ഗോവിന്ദനെ രക്ഷിക്കണ്ടേ എന്നും ഗീതുവിനോട് ചോദിക്കുകയാണ്. അത് കേട്ടതും അതെ മാഡം, രക്ഷിക്കണം, എൻ്റെ ഗോവിന്ദേട്ടനെ എനിക്ക് രക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ നീ അവനെ സ്നേഹിക്കണം. ഒരമ്മയുടെ വാത്സല്യവും ഒരു ഭാര്യയുടെ സ്നേഹവും ഒരു മകളുടെ കരുതലും എല്ലാം അവന് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി ഉപദേശിക്കുകയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ ഗീതു ഞെട്ടലോടുകൂടെ വിജയലക്ഷ്മിയെ നോക്കുക. മാം പറഞ്ഞു വരുന്നത് അതേ ഗീതു, ഇനി മുതൽ നീ അവൻ്റെ ഭാര്യ ആയിരിക്കണം. സ്വന്തം ഭാര്യ എങ്ങനെയാണ് തന്നെ സ്നേഹിക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കണം. ഭാര്യയുടെ സ്നേഹത്തിനപ്പുറം മറ്റൊന്നുമില്ലെന്ന് അവൻ ചിന്തിക്കണം. രാധിക കൊടുക്കുന്ന സ്നേഹം ആത്മാർത്ഥമല്ലെങ്കിലും അവനെ സ്നേഹിക്കാൻ ഇന്നേ വരെ ആരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് രാധികയുടെ സ്നേഹം കള്ളമായിരുന്നിട്ടും ആ സ്നേഹം ആത്മാർത്ഥമാണെന്ന് അവൻ കരുതിയിരിക്കുന്നത്. പക്ഷേ അതിനു മുകളിൽ നീ ഉണ്ടായാൽ, നീ അവനെ സ്നേഹിച്ചാൽ ഉറപ്പായിട്ടും അവൻ്റെ മനസ്സ് മാറും. ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടാൽ മാത്രമേ ഗീതു എങ്ങനെയും ഗോവിന്ദനെ നമുക്ക് രാധികയുടെ കെണിയിൽ നിന്നും രക്ഷിക്കാനാകൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ നിന്നെ ഉപദേശിക്കുന്നത്. ഇനിയെങ്കിലും നീ ഒന്ന് നന്നായിട്ട് ചിന്തിക്കുക. ഞാൻ വേറെ ആരെ സ്നേഹിക്കാൻ പറയുന്നില്ലല്ലോ, നിൻ്റെ സ്വന്തം ഭർത്താവിനെ.
നിന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനെയാ ഞാൻ സ്നേഹിക്കാൻ പറയുന്നത്, അല്ലാതെ അന്യപുരുഷനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മി ഉപദേശിക്കുമ്പോൾ ഗീതു ആലോചിക്കുക, എൻ്റെ ഭഗവാനെ, എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഞാൻ ഗോവിന്ദേട്ടനെ സ്നേഹിക്കണോ? പക്ഷെ എങ്ങനെ? ഞാൻ സ്നേഹിച്ച എൻ്റെ സ്നേഹം ഗോവിന്ദേട്ടന് തിരിച്ചറിയാൻ പറ്റുമോ? ആത്മാർത്ഥമായിട്ടാണ് ഞാൻ സ്നേഹിക്കുന്നതെന്ന് ഗോവിന്ദേട്ടൻ മനസ്സിലാക്കുമോ? കളി കാര്യമാവുമോ? ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷേ രാധികാമ്മയുടെ പിടിയിൽ നിന്നും ഗോവിന്ദേട്ടനെ രക്ഷിക്കാൻ ഈ ഒരു നാടകം കളിച്ചേ പറ്റൂ. ഇനി അങ്ങോട്ട് ഗോവിന്ദേട്ടനെ സ്നേഹിക്കണം. സ്നേഹിച്ച് ഗോവിന്ദേട്ടനെ എൻ്റെ സാരിത്തുമ്പിലെത്തിക്കണം. അവസാനം രാധികാമ്മ പറയുന്നൊന്നും കേൾക്കാത്ത മകനായി മാറണം എൻ്റെ ഗോവിന്ദേട്ടൻ. അതിനുവേണ്ടി വിജയലക്ഷ്മി മാമിൻ്റെ ഉപദേശങ്ങൾ കേൾക്കാതെ വേറെ വഴിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഗീതു നിൽക്കുന്നത്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, ഇനി വരാൻ പോകുന്നത് ഗോവിന്ദനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഗീതുവിൻ്റെ കിടിലൻ വിശേഷങ്ങളാണ്. ഗീതു ഗോവിന്ദനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു തുടങ്ങിയാൽ ഉറപ്പായിട്ടും രാധിക എന്ന പിശാചിനെ ഗോവിന്ദ് തള്ളിക്കളയും. ഇനിയുള്ള സംഭവങ്ങൾ എങ്ങനെയായിരിക്കും തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.